ആർ.ജെ. ബാലാജി കേന്ദ്ര കഥാപാത്രമായിരുന്ന തമിഴിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് സ്വർഗ്ഗവാസൽ. ചിത്രത്തിൻ്റെ ട്രെയിലർ വളരെയധികം പ്രോമിസിംഗ് ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ തിയേറ്ററിൽ തന്നെ ഇത് കാണണം എന്ന് ഉറപ്പിച്ചു. അങ്ങനെ സിനിമ കണ്ടു. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. പാലക്കാട് ആരോമ സെക്കൻഡ് സ്ക്രീനിലാണ് ഞാൻ ചിത്രം കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോഷായ്. ആർ.ജെ. ബാലാജി, സെൽവരാഘവൻ, സാനിയ അയ്യപ്പൻ, നടരാജൻ, കരുണ, ഷറഫുദ്ദീന്, ഹക്കീം ഷാ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. സിദ്ധാർത്ഥ് വിശ്വനാഥാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്വർഗ്ഗവാസം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇത് തിയേറ്ററിൽ കാണണം, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഈ സിനിമയ്ക്കുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് വൈബ് എനിക്ക് അടിച്ചിരുന്നു. അതുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണാമെന്ന് തീരുമാനിക്കുന്നത്. സിനിമ കണ്ടു. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ജയിലിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ജയിലിൻ്റെ അകത്തെ ലൈഫ് എന്താണ് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു വൈൽഡായിട്ടുള്ള, ഒരു റഫായിട്ടുള്ള, ഒരു വയലൻസ് നിറഞ്ഞ ജയിലിൻ്റെ ഉൾവശത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അവിടുത്തെ ഗ്രൂപ്പിസം എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവിടുത്തെ ഗുണ്ടകൾസ് എങ്ങനെയാണ് പുറം ലോകവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, അവർക്കുള്ള ഹോൾഡ് എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പടമാണ് സ്വർഗ്ഗവാസൽ എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ കുറച്ച് റഫാണ്, ടഫാണ്, കുറച്ച് സ്ലോ പേസിൽ ഓടുന്നൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ നല്ല ലാഗുണ്ട്. പലയിടത്തും സ്ക്രീൻ പ്ലേ നല്ല രീതിയിൽ വർക്കൗട്ട് ആവാത്ത ഒരു ഫീൽ എനിക്ക് തോന്നി. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം സ്പീഡിലും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഓവറോൾ പടം നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊരു ഫീൽ എനിക്ക് കിട്ടിയിരുന്നു. താൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ ജയിലിലേക്ക് വരുന്ന ആർ.ജെ. ബാലാജി നേരിടുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ജയിലിലേക്ക് വന്നു കഴിയുമ്പോൾ അകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ഗുണ്ടാ സംഘങ്ങളുണ്ട്. അതിലേത് ടീമിൻ്റെ അടുത്ത് പോകണം, അതിലെ ഒരു ടീമിൻ്റെ പേര് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ആർ.ജെ. ബാലാജി ജയിലിലേക്ക് എത്തുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യണമെന്നുണ്ട്. എന്നാൽ അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അവരുടെ ഭാര്യയും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം വെളിയിൽ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന കുറേ കാര്യങ്ങളും അദ്ദേഹം കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളുമൊക്കെ ഒരു നോൺ ലീനിയർ രീതിയിലാണ് ശരിക്കും പറഞ്ഞ ഈ സിനിമ കഥ പറയുന്നത്. ഒരു ഇൻട്രോഗേഷൻ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ തുടക്കവും കാര്യങ്ങളൊക്കെ. ഒരു സംഭവം നടക്കുകയാണ്, ഒരു ജയിലിൽ ഒരുപാട് കൊലപ്പുള്ളികൾ ഒന്നിച്ച് കൊലപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒരു പ്രത്യേക ബെഞ്ച് അന്വേഷണം നടത്തുന്നതും ആ അന്വേഷണത്തിൻ്റെ ഇതായിട്ട് കുറേ ചോദ്യം ചെയ്യലുകൾ നടന്ന് അതിലൂടെ നമ്മളെ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്ന സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമയെ ഒരുക്കിയും വെച്ചിരിക്കുന്നത്. എന്തായാലും ആർ.ജെ. ബാലാജി എന്ന് പറയുന്ന കൊമേഡിയനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര ട്രാൻസ്ഫോർമേഷൻ, ഒരു ആക്ടറായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വന്ന എല്ലാവരും തന്നെ അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. സെൽവരാഘവൻ, അതുപോലെ തന്നെ സാനിയ അയ്യപ്പൻ, കുറച്ച് ചെറിയ റോളാണ്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാനിയ അയ്യപ്പൻ ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്, ജയിലറായിട്ടാണ് വരുന്നത്. അപ്പം അവരുടെ പുള്ളിയുടെ റോളും പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡബ് ചെയ്തിരിക്കുന്ന വേറെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഹക്കീം ഷാ മലയാളത്തിൻ്റെ, പുള്ളിയുടെ റോള് ഒരു സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഡബ് ചെയ്തിരിക്കുന്ന വേറെ ആർട്ടിസ്റ്റുകളാണ്, അവരുടെ ഓൺ വോയിസ് അല്ല ചെയ്തിരിക്കുന്നത്. സിദ്ധാർത്ഥ് വിശ്വനാഥ്, തമിഴ് പ്രഭ, അശ്വിൻ രവിചന്ദ്രൻ എന്നിവരൊക്കെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു വിരുമാണ്ടി വിസസ് വടച്ചെന്നൈ മിക്സ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് തോന്നിയത്. എന്നാൽ ആ പടത്തിൻ്റെ ഒന്നും ആ ഒരു റേഞ്ചൊന്നും എത്തിയിട്ടില്ലെങ്കിൽ കൂടി ഏതാണ്ടൊക്കെ ഒപ്പിച്ചെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. വിരുമാണ്ടിയിൽ നമുക്കറിയാം, സിനിമ പഠിക്കുന്ന ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് വിരുമാണ്ടി എന്ന് പറഞ്ഞ സിനിമ, കമൽഹാസൻ്റെ. അപ്പോൾ അതിൽ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു ആൾ കാണുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാൾ പറയുന്നൊരു കഥയ്ക്ക് ഉണ്ടാവുക. രണ്ട് വ്യൂവിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. ഒരേ സ്റ്റോറി തന്നെ രണ്ടാൾക്കാർ പറയുമ്പോൾ രണ്ട് ടൈപ്പ് കഥകളായിരിക്കും എന്ന് പറയുന്ന ടൈപ്സ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് അത്യാവശ്യം കുറേ ഇടത്തൊക്കെ വർക്കൗട്ടും ആയിട്ടുണ്ട്. ഒരു സസ്പെൻസും ഒരു ഇതൊക്കെ നിലനിർത്താൻ സെക്കൻഡ് ഹാഫിന് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ ഭയങ്കര സ്ലോ ആയിട്ട് ഒരു പോയിന്റിലൊക്കെ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഒരു ഇൻ്റർവെല്ലിന് ശേഷം നല്ല അത്യാവശ്യം
ക്രിസ്പി ആയിട്ട് നല്ല സ്പീഡിൽ കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. പ്രിൻസ് ആൻഡേഴ്സൺ ആണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല നല്ല ഷോട്ടുകളും നല്ല നല്ല കളർ ഗ്രേഡിങ്ങുകളും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഒരു ടെൻഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു പ്രിസൺ മൂവി കാണുമ്പം ഉണ്ടാവേണ്ട കളർ ടൂണും ക്യാമറ വർക്കും തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽവ ആർക്കെയാണ് ഇതിൻ്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു കട്ടിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇൻട്രോഗേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റോറി പറയുക, അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്ത് ഇൻട്രോഗേഷന് വരിക എന്നൊക്കെ പറയുന്ന ഒരു കല്ലുകടി ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഒരുക്കിയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ്. ഒരുപാട് മലയാളി സാന്നിധ്യം സിനിമകളിലുണ്ട്. അപ്പോൾ ക്രിസ്റ്റോ സേവിയറിൻ്റെ ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. കുറേ അടുത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും നല്ല പാട്ടുകളും ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ പലയിടത്തും വീക്കായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടറിനോട്, ഇപ്പോൾ സെൽവരാഗൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനോട് നമുക്കൊരു അടുപ്പോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് തോന്നാത്ത രീതിയിൽ ഒന്ന് അകന്ന് നിൽക്കുന്നു, ക്യാരക്ടേഴ്സ് ഒന്ന് അകന്ന് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ RJ ബാലാജി മാക്സിമം ട്രൈ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാൻ ഓരോ ഇമോഷൻ സീൻസ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇവിടെയും ജസ്റ്റിഫിക്കേഷൻ നൽകാൻ ഇവർ ശ്രമിക്കുന്നില്ല. ഒരു കുറ്റവാളിയെയും പുണ്യാളനാണെന്ന് കാണിക്കാനോ ഒന്നും ഇവർ ശ്രമിക്കുന്നില്ല. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്താണോ പറയാൻ വന്ന കാര്യം അത് ഈ ജയിലിനുള്ളിൽ നടക്കുന്നൊരു വെകിളി പിടിച്ച കുറേ ആൾക്കാരുടെ കൂത്താട്ടമാണെന്നുള്ളത് പറയാൻ വന്നു. അത് അതേപടി പറഞ്ഞും വെച്ചു. അതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുടെ കളികൾ നടക്കുന്നുണ്ടെന്നുള്ളത് ക്ലീൻ ആയിട്ട് പറയുകയും ചെയ്തു. ആരെയും നല്ല ആളായിട്ട് ഇതിൻ്റെ ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് സ്വർഗ്ഗവാസൽ എന്ന് പറയുന്ന സിനിമ. സ്വർഗ്ഗവാസൽ എന്ന് പറയുന്നൊരു പേരിന് തന്നെ ആ പടവുമായിട്ട് നല്ലൊരു കണക്ഷനുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.